ഇവിടെ നാദിയ, ദിയ. ഓക്കെ, ഹർഷ, നാദിയ, ദിയ അല്ലേ? ദിയ അല്ലേ? ഓക്കെ. ദിയ ഏത് ക്ലാസ് പഠിക്കുക? 2ാം ക്ലാസ്സിലെ. ഇവിടെയോ? ഇവിടെ 10ല്. 7, 10, 2. ഓക്കെ, റൈറ്റ്. സോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് പേരെന്തായിരുന്നു? ഹർഷ അല്ല. ഇപ്പൊ വെക്കേഷൻ അല്ലേ? ജസ്റ്റ് ഇമാജിൻ, നമ്മൾ വെക്കേഷന് തൊട്ട് മുന്നേ എക്സാം ആയിരുന്നു അല്ലേ? എക്സാം ടൈമിൽ എക്സാം എഴുതുമ്പോൾ തൊട്ടടുത്ത് ഇരുന്ന 2 പേരുടെ പേര് മനസ്സിൽ ഓർമ്മിക്കാവോ? പേര് മനസ്സിലുണ്ടോ? ഉണ്ട്. ഇപ്പൊ 2 പേരുകൾ മനസ്സിലുണ്ട്. ഇതിലൊരു പേര് ഞാൻ കണ്ടുപിടിക്കാനൊന്ന് ശ്രമിക്കട്ടെ. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? യെസ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് 100% ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു പ്രൂഫ് വേണം അല്ലേ? നമുക്ക് പിന്നീട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. ഈ എൻവലപ്പിനകത്തൊക്കെ ഓരോ പേപ്പറുകളുണ്ട്. ഈ പേപ്പറിനകത്ത് ആ പേര് എഴുതാം. ഓക്കെ, എഴുതിയതിനു ശേഷം ഫോൾഡ് ചെയ്ത് തിരിച്ച് അതുപോലെ കവറിനകത്തേക്കിട്ട് സ്റ്റാപ്പിൾ ചെയ്തിട്ട് ഞാൻ കയ്യിൽ തരും. ഓക്കെ, അപ്പം അങ്ങോട്ട് മാറി കൊണ്ട് സീക്രട്ടായിട്ട് എഴുതി ഫോൾഡ് ചെയ്തതിനു ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി. വേണ്ട, ഒരു പേര് എഴുതിയാൽ മതി. ഓക്കെ, ഏറ്റവും അടുത്ത സുഹൃത്താരാണോ ആ പേര് എഴുതിയാൽ മതി. ഓക്കെ, ബോൾഡ് ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, പേര് എഴുതിയതിനു ശേഷം തിരിച്ചു വരാം. ഓക്കെ, അങ്ങോട്ട് മാറുന്നുണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചാപ്റ്റർ വേണം. ഓക്കെ, റൈറ്റ് ടച്ച് ചെയ്യുക. ഓക്കെ, സോ ഒരാൾ ഒരു ഫ്രണ്ടിൻ്റെ പേര് എഴുതുന്നുണ്ട്. അതിനിടയിൽ വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സിനെ വളർത്തുന്നുണ്ടോ? കാറ്റ്, ഡോഗ്, റാബിറ്റ്, പാരറ്റ്. ഇതിലെന്തിനെയാണ് വളർത്താൻ താല്പര്യം? പാരറ്റിന് ഇഷ്ടമാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാരറ്റിനെ ഗിഫ്റ്റ് ആയിട്ട് തന്നു എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ. ഞാൻ തരാൻ പോണില്ല, വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ. അങ്ങനെ അതിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുകയാണെങ്കിൽ അതിനൊരു പേരിടണമല്ലോ. അതിനിടാനുള്ള ഒരു പേര് മനസ്സിൽ സെലക്ട് ചെയ്ത് വെച്ചോ ഇപ്പോൾ. ഓക്കെ, കുറച്ചങ്ങോട്ട് മറന്നു. എഴുതി കഴിഞ്ഞു. ഞാൻ ടച്ച് ചെയ്യുന്നില്ല. അതിനെ അതുപോലെ ഇതിനകത്തേക്ക് വെച്ചു. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ സ്റ്റാപ്പിൾ ചെയ്തിട്ട് മോളുടെ കയ്യിൽ തന്നെ തരാം. ഓക്കെ, ഇത് കയ്യിൽ വെച്ചോളൂ. ഇവിടെ യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, കയ്യിൽ വെക്കണം. എന്നിട്ട് പെൻസിൽ അടുത്ത ആൾക്ക് കൊടുക്കണം. 2ാമത്തെ പേര് കിട്ടിയോ? പാരറ്റിൻ്റെ പേര് കിട്ടിയോ? ആ പാരറ്റിന് ഇടാനുള്ള പേരാണ് 2ാമത്തെ കവറിനകത്തുള്ള ഇതിനകത്ത് എഴുതണം. ഓക്കെ, എഴുതിയതിനു ശേഷം ഇത് ഫോൾഡ് ചെയ്തിട്ട് തിരിച്ച് അതുപോലെ കവറിനകത്തേക്ക് വെച്ചിട്ട് ഫ്ലാപ്പ് അടക്കാം. ഓക്കെ ഓക്കെ, സോ 2ാമത്തെ ആൾ ഒരു പെറ്റിനിടാൻ ഒരു പേര് എഴുതുന്നുണ്ട്. 3ാമത്തെ ആളുടെ പേര് ഞാൻ ഒന്നുകൂടി പറഞ്ഞേ. ദിയ. ദിയക്ക് ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ജോലിയാണ് തരുന്നത്. ദിയക്ക് പെട്ടെന്ന് വരയ്ക്കാവുന്ന എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാം. ഓക്കെ, അത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആകാം, എന്തെങ്കിലും ഷേപ്പ് ആകാം, എന്തെങ്കിലും ഡിസൈൻ ആവാം, എന്തും ആകാം. പെട്ടെന്ന് വരയ്ക്കാവുന്ന എന്തെങ്കിലും ഒരു ചിത്രം. ഒറ്റൊരു കണ്ടീഷനുള്ളൂ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ചിത്രമായിരിക്കണം. ഓക്കെ, എഴുതിയോ? സ്റ്റാപ്പിൾ ചെയ്തു. തിരിച്ചു പിടിച്ചു. ഒന്നുകൂടി തിരിച്ചു പിടിച്ചു. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണ്. ഫ്ലാപ്പ് ആ സൈഡ് തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, അവിടെ കൊടുക്കും, പെൻസിൽ അവിടെ കൊടുക്കും. അപ്പോൾ ദിയക്ക് വരയ്ക്കാനുള്ള ചിത്രം വരയ്ക്കേണ്ടത് ഈ 3ാമത്തെ കവറിനകത്തുള്ള പേപ്പറിലാണ്. ഓക്കെ, 3ാമത്തെ കവറിനകത്തുള്ള ഈ പേപ്പർ തുറന്നിട്ട് ഇതിനകത്ത് ചിത്രം വരയ്ക്കണം. അതിനുശേഷം ഫോൾഡ് ചെയ്യണം, തിരിച്ച് അതുപോലെ കവറിനകത്തേക്ക് വെക്കണം, ഫ്ലാപ്പ് അടക്കണം. ഓക്കെ, ചെയ്തു. ഓക്കെ, സോ പേരെന്തായിരുന്നു? നാദിയ. ഓക്കെ, നാദിയ 10th പഠിക്കുകയാണല്ലേ? നാദിയക്ക് ഞാനൊരു പാരറ്റിനെ കൊടുക്കുകയാണെങ്കിൽ അതിനിടാനുള്ള ഒരു പേര് നാദിയ ഇപ്പോൾ മനസ്സിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നാദിയക്ക് മാത്രം അറിയാവുന്ന പേരാണ് അല്ലേ? നാദിയ ഇപ്പോൾ സെലക്ട് ചെയ്താണ്, വേറെ ആർക്കും അറിയാൻ സാധ്യതയില്ലാതെ അല്ലേ? ഒന്ന് മുന്നിലേക്ക് വരാവും. Usually after the first person, second person will be a little more defensive. Don't do that. Feel free, relax and think of that name, the name you selected for your parent. Just imagine ആ പാരറ്റ് കൂട് തുറന്നിട്ട് പറന്നു വന്നിട്ട് അതിന് മുകളിലിരിക്കുകയാണെന്ന് വിചാരിച്ചോ. ആ ഹോളിൻ്റെ ഏറ്റവും മുകളിൽ ആ പാരറ്റ് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ആ പാരറ്റ് അവിടെ ഇരിക്കുകയാണ്. ആ പാരറ്റിനെ നോക്കിയിട്ട് ഇപ്പൊ മനസ്സിൽ സെലക്ട് ചെയ്ത ആ പേരുണ്ടല്ലോ, ആ പേരൊന്ന് മനസ്സിലൊന്ന് വിളിച്ച്, മനസ്സിൽ മാത്രം. ഡോണ്ട് മൂവ് യുവർ ലിപ്സ്, ഡോണ്ട് മൂവ് യുവർ ഐസ്, നത്തിങ്. ജസ്റ്റ് ഇൻ യുവർ മൈൻഡ് കോൾ ദാറ്റ് നെയിം.
I think it's a human name, right? Okay. Okay. One more time. Just call that name. Okay. Okay, it's interesting. It's nice. Okay. Right. ഞാനൊരു പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ പിടിച്ചു. നമ്പർ 2 പ്ലീസ്. നമ്പർ 2. യെസ്. ഇദ്ദേഹത്തിന് ഞാനൊരു പാരറ്റിനെ കൊടുക്കുകയാണെങ്കിൽ അതിന് എഴുതാൻ വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പേര് ഐ തിങ്ക് യെസ് ദാറ്റ് ഇസ് ജോർജ്. Look at that, look at that. So it's audience place. That's it. Thank you. Thank you so much. Nice.